നമസ്കാരം. കൂൾ സൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 3 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്നത് വാഗമൺ, തേക്കടി, മൂന്നാർ എന്നീ സ്ഥലങ്ങളാണ്. എന്നാൽ ഈ ട്രിപ്പ് പോകുമ്പോൾ ഇതോടൊപ്പം തന്നെ പരുന്തുംപാറ, രാമക്കൽമേട്, കമ്പം കമ്പത്തെ മുന്തിരിപ്പാടങ്ങൾ എന്നിവ കൂടി കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ വേനൽക്കാലത്ത് എന്തുകൊണ്ടും പോകുവാൻ പറ്റുന്ന സ്ഥലങ്ങളാണിവ. കാരണം ഈ സ്ഥലങ്ങളൊക്കെയും ഹൈ റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ തണുപ്പ് കാലാവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. വാഗമണിനെ പറ്റിയും തേക്കടിയെ പറ്റിയും ഞാൻ 2 സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ വീഡിയോകൾ കൂടി കാണാവുന്നതാണ്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വണ്ടി വാങ്ങിയപ്പോൾ തന്നെ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. ആദ്യത്തെ സർവീസിന് മുൻപ് 2000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹൈ റേഞ്ചിലും വളവുകളും മറ്റും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടിയുടെ ഒരു പെർഫോമൻസ് കറക്റ്റായി അറിയാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. അതേപോലെ ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം 600 കിലോമീറ്റർ കവർ ചെയ്യുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കുവാനും പറ്റി. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. തിരുവനന്തപുരത്തു നിന്നും MC റോഡിലൂടെയാണ് ഞങ്ങൾ പോയത്. കിളിമാനൂരൊക്കെ കഴിഞ്ഞ് കൊട്ടാരക്കരയ്ക്ക് മുമ്പായി വാളകം എന്ന സ്ഥലം കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു ശബരിമല ബൈപ്പാസ് ഉണ്ട്. ആ ശബരിമല റോഡിലൂടെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ പത്തനാപുരം, കോന്നി, റാന്നി, എരുമേലി, മുണ്ടക്കയം, ഏലപ്പാറ വഴിയാണ് നമ്മൾ വാഗമണിലെത്തിയത്. ഇത് ഏകദേശം 190 കിലോമീറ്റർ ഉണ്ട്. 5 മണിക്കൂറാണ് ഇതിൽ കാണിച്ചിരുന്നതെങ്കിലും ഗൂഗിളിൽ കാണിച്ചിരുന്നെങ്കിലും ഞങ്ങൾ ഏകദേശം 6 മണിക്കൂർ എടുത്തു അവിടെ എത്താൻ. ആ യാത്രയിലെ വിശേഷങ്ങൾ കൂടി ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ യാത്രയിൽ ഞങ്ങൾക്കുടനീളം കണ്ട ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ ഇപ്പോൾ വളരെ നല്ല കണ്ടീഷനിലാണ്. മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഹൈ റേഞ്ച് ഏരിയകളിലൊക്കെ പോകുമ്പോൾ തന്നെ റോഡുകളൊക്കെ വളരെ മോശമായിരിക്കും, കുണ്ടും കുഴിയുമൊക്കെ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. എസ്പെഷ്യലി ഈ പത്തനാപുരം വഴിയൊക്കെ പോകുന്ന റോഡ് വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഡ്രൈവിംഗ് കംഫർട്ട് കൂടി കിട്ടും. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് യാതൊരുവിധ ക്ഷീണവും തോന്നിയില്ല. അപ്പോൾ നമ്മൾ അതുവഴി പോകുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് ഒരു വശം മിക്ക സ്ഥലങ്ങളിലും കൊക്കയാണ്. എന്നാൽ അതൊക്കെയൊക്കെ ക്രാഷ് ബാരിയറുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം കുട്ടിക്കാനം കഴിയുന്ന ഒരു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും. അവിടെ മുതൽ അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും ചെറിയ ചെറിയ മരങ്ങൾ, ഓക്ക് മരങ്ങൾ ഇവയൊക്കെ കാണുവാൻ കഴിയും. ഭാഗങ്ങളിലൊക്കെ പ്രകൃതിക്ക് തന്നെ വളരെ അസാധാരണമായ ഒരു ഭംഗിയാണ് ഉള്ളത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയാണ് വളഞ്ഞെങ്കാനം വാട്ടർഫാൾസ് വരുന്നത്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയാം. കാരണം ഈ ഭാഗത്ത് ഒരു തുള്ളി വെള്ളം പോലും ഈ വാട്ടർഫാൾസിൽ ഇപ്പോൾ ഇല്ല. വളരെ ഡ്രൈ ആയി കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കുറേ പേരൊക്കെ ഇവിടെ വണ്ടി നിർത്തി ഇവിടെ ടൈം പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കാണുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വളഞ്ഞെങ്കാനം വാട്ടർഫാൾസ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഏലപ്പാറയുടെയൊക്കെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഏലപ്പാറയൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രകൃതി ആ പ്രദേശം മുഴുവൻ നല്ല നിബിഡമായ വനം പോലെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. അതേപോലെ ഇവിടെ റോഡും വളരെ ഭംഗിയാണ് കാണുന്നത്. വാഗമണിലേക്കുള്ള യാത്രയുടെ വിശദമായ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ മുകളിൽ വരുന്ന ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഒരു കാർഡ് വരും. ആ കാർഡിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റായി പോകാവുന്നതാണ്. ഏതായാലും വാഗമണിലെ കാഴ്ചകളുടെ ചെറിയൊരു വിവരണം ഞാൻ ഇതിലും നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏലപ്പാറ കഴിഞ്ഞ് വാഗമണിലേക്ക് എത്തുകയാണ്. വാഗമണിലേക്ക് നമ്മൾ ആദ്യം പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അഡ്വഞ്ചർ പാർക്കിൽ ധാരാളം ഐറ്റംസ് ഉണ്ട്. ഒരു പൊടി യുവാക്കൾക്ക് പറ്റിയ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ടിക്കറ്റ് കൗണ്ടറാണ് ഇത്. നമ്മൾ ഫ്രണ്ടിൽ 25 രൂപയുടെ ടിക്കറ്റ് എടുത്ത ശേഷം വേണം അകത്തേക്ക് പോകാൻ. ഇതാണ് ഏറ്റവും പ്രശസ്തമായ ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ നമ്മൾ 250 രൂപയുടെ പ്രത്യേക ടിക്കറ്റ് എടുക്കണം. ഇവിടെ വന്ന് ഓരോ കാഴ്ചകൾക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടിക്കറ്റ് എടുത്ത് വേണം കാണാൻ. ഫ്രണ്ടിലെ ടിക്കറ്റ് എൻട്രൻസ് ടിക്കറ്റ് മാത്രമാണ്. അതിനുശേഷം ഗ്ലാസ് ബ്രിഡ്ജിൽ അപ്പോൾ അതിനടുത്തായിട്ട് തന്നെ സ്കൈ സൈക്കിൾ ഒരു പയ്യൻ ചവിട്ടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും.
പിന്നെ ഇതൊരു മാജിക് ഡോമാണ്. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാഴ്ചകളാണ്. ഇതുപോലെ പലതരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട്. ഉം, അതൊക്കെ ഇതിപ്പോൾ വിൻഡ് സർഫിംഗ് ആണ്. ഇതൊക്കെ ഇതിൽ താല്പര്യമുള്ളവർക്ക് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ എത്തിയതാകട്ടെ നട്ടുച്ചയ്ക്കായിരുന്നു. ഇപ്പോൾ ഇത് ചില വാച്ച് ടവറുകളും ഇവിടെയുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ ഫ്രീ ആയി കയറി ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാവുന്നതാണ്. ചെറിയ കുട്ടികളെയും ഇവിടെ ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് ധാരാളം ഐറ്റംസ് ഇവിടെയുണ്ട്. ടോയ് ട്രെയിൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇത് അവിടുത്തെ ഫ്ലവർ ഗാർഡൻ ആണ്. ഇത് പ്രത്യേക ടിക്കറ്റ് എടുക്കണം. ഫ്ലവർ ഗാർഡനുള്ളിൽ ഒട്ടേറെ കാഴ്ചകളുണ്ട്. എന്നാൽ ഞങ്ങളുടെ സമയം ശരിയായില്ല. ഒരുപക്ഷേ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അഡ്വഞ്ചർ പാർക്കിൽ വരികയാണെങ്കിൽ ഒരു 5 മണിയോടുകൂടി നിങ്ങൾക്ക് ഫ്ലവർ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാം. അതുപോലെ അവിടെ രാത്രിയിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാവുന്നതാണ്. പിന്നീട് ഞങ്ങൾ പോയത് മുട്ടക്കുന്നുകൾ എന്ന മെഡോസ് ആണ്. അവിടെ നിന്ന് നമുക്ക് തങ്ങൾപ്പാറ കാണാവുന്നതാണ്. തങ്ങൾപ്പാറയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായും പോകാവുന്നതാണ്. ഇവിടെയും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ, സ്കൈ സൈക്കിൾ തുടങ്ങിയവയുണ്ട്. ബോട്ടിങ്ങുമുണ്ട്. ഈ ലേക്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റ് നല്ല ഒരു കാഴ്ച തന്നെയാണ്. ഇതാണ് സിനിമയിലും മറ്റും വരുന്ന ലേക്ക്. ഈ ലേക്കിൽ തന്നെ ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. ഈ കാഴ്ചകൾ പല സിനിമകളിലുമുണ്ട്. ഇവിടെയും നമ്മൾക്ക് ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. 200 രൂപ കൊടുക്കണം ബോട്ട് ചെയ്യണമെങ്കിൽ. അതല്ല നിങ്ങൾ ബ്രിഡ്ജിൽ മാത്രമേ പോകുന്നുള്ളെങ്കിൽ 50 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. ഇവിടെ നിന്ന് ധാരാളം ഓഫ് റോഡ് ട്രിപ്പുകളുണ്ട്. അതിനായി ജീപ്പ് ഡ്രൈവർമാർ നമ്മളുടെ കൂടെ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെയും പോകാവുന്നതാണ്. ഞങ്ങൾ അന്നത്തെ ഈവനിങ് താമസിച്ചത് വാഗാഷോർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. ഒരു നല്ലൊരു ഫാമിലി ഹോട്ടലാണ്. വാഗമൺ ലേക്കിന്റെ സൈഡിലായി തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത്. എങ്കിലും ലേക്കിന്റെ നല്ലൊരു വ്യൂ ഞങ്ങളുടെ മുറിയിൽ നിന്ന് കിട്ടിയില്ല. ഞങ്ങൾക്ക് താഴത്തെ ഫ്ലോറിലുള്ള റൂമാണ് ലഭിച്ചത്. ഒരുപക്ഷെ മുകളിലത്തെ നിലകളിൽ നിന്നും കുറച്ചുകൂടി നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ഇതാണ് ഈ വാഗാഷോർ എന്ന് പറയുന്ന ഹോട്ടൽ. ഇത് ഫാമിലിക്ക് പറ്റിയ ഒരു ഹോട്ടലാണ്. കാരണം ഇവിടെ യാതൊരുവിധ ബഹളവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ധാരാളം ഫാമിലികളെയും ഇവിടെ കണ്ടു. എന്നാൽ ചുറ്റുമുള്ള ഹോട്ടലുകളൊക്കെ എപ്പോഴും വലിയ ബഹളവും പാട്ടും മറ്റ് മ്യൂസിക്കിന്റെ ശബ്ദവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നില്ല. റൂമുകൾക്കെല്ലാം തന്നെ ബാൽക്കണി ഉണ്ട്. അതുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാവുന്നതാണ്. ഞങ്ങൾ 3600 രൂപയാണ്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. എക്സ്ട്രാ ബെഡ് ചേർത്ത് 3600 രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇവർ ചാർജ് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ റൂമിന്റെ ബാൽക്കണി ഏരിയ. ബാൽക്കണിയിൽ നിന്നും താഴത്തെ നിലയിലായതുകൊണ്ട് കാര്യമായ കാഴ്ച ഒന്നും തന്നെ ഇല്ലായിരുന്നു. റൂമിനുള്ളിലുള്ള ഫെസിലിറ്റീസ് ആണിത്. എന്നാൽ ഞങ്ങൾ കുറെ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അത്ര ഭംഗിയായി തോന്നണമെന്നില്ല. എങ്കിലും ഞാൻ ഇതിലെ ഫെസിലിറ്റീസ് കാണിക്കാൻ വേണ്ടി മാത്രം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും രാവിലെ പുറപ്പെടുമ്പോൾ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റും ലഭിക്കുന്നതാണ്. എന്നാൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് അത്ര നല്ലതാണെന്ന് അഭിപ്രായം എനിക്കില്ല. 2-ാം ദിവസത്തെ യാത്ര നമ്മൾ തുടങ്ങുന്നത് വാഗമണിൽ നിന്നാണ്. വാഗമണിൽ നിന്നും കുട്ടിക്കാനം, പരുന്തുംപാറ, വണ്ടിപ്പെരിയാർ വഴിയാണ് കുമളിയിലേക്ക് പോയത്. നേരെയും പോകാവുന്നതാണ്. എന്നാൽ ഞങ്ങൾ പരുന്തുംപാറ കൂടെ കാണണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു റൂട്ട് പിടിച്ചത്. ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട്. 2 മണിക്കൂറിൽ നമ്മൾക്ക് എത്തിച്ചേരാവുന്നതാണ്. പരുന്തുംപാറയിലെ കാഴ്ചകളാണിത്. ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാര്യമായി ഒന്നും തന്നെ കാണുവാനില്ല എന്ന് പറയാം. ഈ കാണുന്ന ബിൽഡിങ്സ് ഇപ്പോൾ ഒരു വിവാദത്തിൽപ്പെട്ടവയാണ്. അതെന്തോ കയ്യേറ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ട്രെക്കിങ്ങോ മറ്റോ ഒക്കെ പോകുന്നവർക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ കൂടുതൽ ഇഷ്ടപ്പെടുക. ഞങ്ങൾ കുറച്ച് അവിടെ സമയം സ്പെൻഡ് ചെയ്തു. ഇതാണ് പരുന്തിന്റെ രൂപത്തിലുള്ള ഒരു പാറ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തിന് പരുന്തുംപാറ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും കാണുന്ന വിദൂര കാഴ്ചകളൊക്കെ ഭംഗിയുള്ളതാണ്. ദൂരെ പല മലനിരകളും മറ്റും കാണാം. ഇവിടെ ചെറുതായി തീ പുകയുന്നുണ്ടായിരുന്നു രാവിലെ. ആരോ തീയിട്ടതാവാം. ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ മൂന്നാർ തേക്കടിയിലേക്ക് പോകുന്ന റൂട്ടിൽ കുറച്ചുകൂടി ക്ലോസ് ആയി നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ കുറച്ചുകൂടി പുഷ്ടിയുള്ളതുപോലെ എനിക്ക് തോന്നി. കാരണം കാണാനും ഭംഗിയാണ്. തേക്കടിയിൽ ഞങ്ങൾ എത്തി. ഗ്രീൻ കോർട്ട് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ബുക്ക് ചെയ്തത്. ഇതൊരു ഹോട്ടലും അല്ല, ഹോം സ്റ്റേയുമല്ല. എന്നാൽ അകത്ത് നോക്കുമ്പോൾ ധാരാളം ക്ലസ്റ്റേർഡ് കോട്ടേജസ് ഇവർക്കുണ്ട്. 25ഓളം കോട്ടേജുകൾ ഉള്ളിലുണ്ട്. ഇതൊരു പ്രൈവറ്റ് ഓൺഡ് കോട്ടേജ് ആണ്. ഇവിടെ ഞങ്ങൾ 3 പേർക്ക് 2500 രൂപയാണ് ഇവർ ചാർജ് ചെയ്തത്. അതോടൊപ്പം ഫ്രീ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് രാവിലെ. ഇവിടുത്തെ കോട്ടേജുകൾ ഏതാണ്ട് ഇങ്ങനെയാണ്. കോട്ടേജുകളെല്ലാം തന്നെ പുതിയതാണ്. അതുകൊണ്ട് തന്നെ അകത്തൊക്കെ നല്ല അധികം അഴുക്കും മറ്റും ആയിട്ടില്ല. കുറേ അധികം കോട്ടേജുകളുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ 25 കോട്ടേജുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ഒരു ഹോട്ടൽ കാറ്റഗറിയിൽ വരുന്നതല്ലെങ്കിലും ഹോട്ടലിൻ്റെ എല്ലാ ഫെസിലിറ്റികളും, എന്നാൽ ഒരു ഹോം സ്റ്റേയുടെ ഒരു പ്രൈവസിയും ഇവിടെ കിട്ടുന്നതാണ്. ഇതുള്ളത് തേക്കടിയിലെ
പാർക്കിംഗ് ഏരിയ, അതായത് നമ്മൾ ബോട്ടിങ്ങിനും മറ്റും വരുമ്പോൾ വണ്ടി ഇടുന്ന പാർക്കിംഗ് ഏരിയയുടെ സൈഡിലായിട്ട് തന്നെയാണ്. നമുക്കിവിടെയും വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇവിടെ തന്നെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. ഇവിടുന്ന് നടന്നാണ് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയത്. റൂമിനുള്ളിലെ കാഴ്ചകൾ ഏറെക്കുറെ ഇതുപോലെയാണ്. ഒരു എക്സ്ട്രാ ബെഡ് തന്നിരുന്നു. പുതിയ റൂം തന്നെയാണ്. ഇതിനുള്ളിൽ അല്ലാതെ ഒരു ഡബിൾ ബെഡും പിന്നെ മറ്റ് ഫെസിലിറ്റീസും സാധാരണ ഒരു ഹോട്ടലിൽ കാണുന്ന ഫെസിലിറ്റീസും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ രാവിലെ ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് അത്ര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവിടെ ഒരു ഫാമിലി, ഇതിൻ്റെ ഓണറും ഇവിടെ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താവശ്യമുണ്ടെങ്കിലും അവരെ വിളിക്കാവുന്നതാണ്. തേക്കടിയിൽ എങ്ങനെ ബോട്ടിംഗ് ബുക്ക് ചെയ്യണമെന്നതിനെപ്പറ്റി ഞാൻ ഒരു വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തേക്കടിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ KTDCയുടെ സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ സൈറ്റ് വഴിയോ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോട്ടിംഗുള്ള അവസരം കിട്ടിയെന്ന് വരുന്നില്ല, എസ്പെഷ്യലി വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ. അതൊക്കെ വിശദമായി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന കാർഡിൽ പോയി ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ താമസിച്ച ലോഡ്ജിന് അടുത്ത് തന്നെയാണ് ഈ പാർക്കിംഗ് ഏരിയ. ഇവിടെയാണ് നിങ്ങൾ അല്ലാതെ വണ്ടിയിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾ കടത്തിവിടുകയില്ല. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഫോറസ്റ്റിൻ്റെ ബസ്സിൽ കയറി വേണം നമുക്ക് ഉള്ളിലേക്ക് പോകുവാൻ. അതിനുള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ കയറി ഉള്ളിലേക്ക് പോകാവുന്നതാണ്. ഈ ഏരിയയിലാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ അടുത്തായിട്ട് തന്നെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കിട്ടുന്ന കൗണ്ടറുണ്ട്. ഓൺലൈൻ ടിക്കറ്റാണ്. ഇവിടെ പോയിട്ട് നമുക്ക് ബോട്ടിൻ്റെ ടിക്കറ്റ് മാറ്റി വാങ്ങിക്കേണ്ടതാണ്. ഇതല്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറക്റ്റായി ഇവിടെ നിന്നും ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. അതിന് മുമ്പ് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം കഴിയുമ്പോൾ കൃത്യസമയമാകുമ്പോൾ അവർ നമ്മളെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ 4ാമത്തെ ട്രിപ്പാണ് തേക്കടിയിൽ വരുന്നത്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ വന്നിട്ടുണ്ട്, കോളേജ് സമയത്ത് വന്നിട്ടുണ്ട്. പിന്നീട് എൻ്റെ മകൻ ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇവിടെ ബോട്ടിങ്ങിന് വന്നിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴാണ് ഞാൻ എത്തുന്നത്. ഇപ്പോൾ കണ്ട ഒരു സിസ്റ്റം ഇപ്പോൾ കുറച്ച് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ കൃത്യസമയത്ത് തന്നെ ബോട്ടുകൾ എടുക്കും. നിങ്ങൾക്ക് ബുക്കിംഗ് ഉണ്ട്, ബുക്കിംഗ് സീറ്റ് നമ്പർ ഉണ്ട്, ഇവയെല്ലാം തന്നെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ബോട്ടിൽ തന്നെ 2 അസിസ്റ്റന്റുകൾ ഉണ്ടാവും. അവർ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടാൽ നമ്മളെ ബൈനോക്കുലറിലൂടെ കാണിച്ചു തരും. അതുപോലെ വളരെ നല്ല ഒരു ട്രിപ്പായിട്ടാണ് ഇപ്രാവശ്യം എനിക്ക് തോന്നിയത്. ഇത് 1.5 മണിക്കൂറാണ് നമ്മുടെ ട്രിപ്പ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജീവികളെ കാണുവാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു മാനോ മ്ലാവോ പോലെ ഒരു ജീവിയെ കണ്ടു. പിന്നെ ധാരാളം പലതരത്തിലുള്ള പക്ഷികളെ കാണാൻ പറ്റും. പിന്നീട് രാവിലെയോ വൈകിട്ടുള്ള ട്രിപ്പുകളിൽ പോകുമ്പോഴായിരിക്കും കൂടുതൽ ജീവികളെ കാണാൻ പറ്റുക. ഞങ്ങൾക്ക് ആനയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. 2 ആന ഇവിടെ മേയുന്നതായി കാണാം. ഇതുകൂടാതെ ബൈനോക്കുലറിലൂടെ ഞങ്ങൾ കുറേ കാട്ടുപന്നികളെയും മറ്റും കണ്ടു. ഇങ്ങനെ ചില കാഴ്ചകൾ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പലപ്പോഴും രാവിലത്തെയും വൈകിട്ടത്തെയും ട്രിപ്പിലാണ് കൂടുതലായി ഇത്തരം ജീവികളെ കാണാൻ പറ്റുന്നത് എന്നാണ് അറിഞ്ഞത്. ദിവസം 5 ട്രിപ്പുകൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇവയ്ക്ക് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് കാട്ടുപോത്തുകളെ കൂടി നമ്മൾ കണ്ടു. ഇങ്ങനെ നമ്മളുടെ ലക്ക് പോലെ ചില ജീവികളെ നമുക്ക് കാണുവാൻ കഴിയും. 1.5 മണിക്കൂറാണ് നമ്മുടെ ബോട്ടിംഗ് ടൈം. അതിനുശേഷം നമുക്ക് പുറത്ത് വന്ന ശേഷം അവിടെ ഫോട്ടോയും മറ്റും എടുക്കുവാനുള്ള അവസരമുണ്ട്. ഈ ഏരിയയിലും തേക്കടിയിലും ധാരാളം വണ്ടികൾ ജീപ്പ് ഡ്രൈവർമാർ നമ്മളെ ഫോളോ ചെയ്ത് വരും. പല ഓഫ് റോഡ് ട്രിപ്പുകളും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്പൈസ് ഗാർഡൻ ട്രിപ്പ് വേണമെങ്കിലും ഇവിടെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഞങ്ങൾ ഇത്തരം ട്രിപ്പുകൾക്കൊന്നും പോയില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കമ്പത്തേക്കാണ്. അതായത് കുമളിയിൽ നിന്നും താഴേക്കുള്ള ചുരം ഇറങ്ങി വന്ന് ഏകദേശം 15 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് കമ്പം എന്ന സ്ഥലത്തെത്തുക. കമ്പം അവിടെ വരെ നമുക്ക് പോകേണ്ട കാര്യമില്ല. കമ്പത്തിന് ഒരു 3-4 കിലോമീറ്റർ മുമ്പായി തന്നെ നമുക്ക് മുന്തിരി ഗാർഡൻസ് കാണുവാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി പോവുകയാണ്. ഇവിടെയും നല്ല കാഴ്ചയാണ്. കാരണം ഈ ഏരിയയിലും കുറച്ചൊക്കെ നല്ല തണുപ്പും മറ്റും ഉള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നമ്മൾക്ക് റോഡിനല്പം വീതി കുറവാണ്. ഇടയ്ക്ക് തമിഴ്നാടിൻ്റെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അല്പം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു തമിഴ്നാടിൻ്റെ ഒരു ടെറൈൻ പോലെ തോന്നും. ഈ ഏരിയയിൽ കാര്യമായ ഒരു വെജിറ്റേഷൻ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം
മുന്തിരിപ്പാടങ്ങളുടെ ആ ഏരിയയിൽ എത്താറായി. ഈ ഏരിയയിൽ നൂല് പിടിച്ച പോലെയാണ് റോഡുള്ളത്. അത് കാരണം നല്ല സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾ തന്നെ ഏകദേശം 100 കിലോമീറ്ററിന് മുകളിലാണ് ഇപ്പോൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും വണ്ടിയുടെ ഒരു ടെസ്റ്റിങ്ങിൻ്റെ പാർട്ടായി തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാം. തമിഴ്നാട്ടിലെ ഏത് ഗ്രാമത്തിൽ പോകുന്ന പോലെയും വഴിയിൽ പശുവിനെയും ആടിനെയും മാടിനെയും ഒക്കെ നമുക്ക് കാണുവാൻ പറ്റും. അവയൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ആ ഏരിയയിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകുവാൻ. ഇപ്പോൾ നമ്മൾ ഇടതുവശത്തായി കണ്ടു തുടങ്ങുന്നത് മുന്തിരിപ്പാടങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ധാരാളം മുന്തിരിപ്പാടങ്ങളുണ്ട്, കാണാൻ പറ്റും. എന്നാൽ എല്ലാ മുന്തിരിപ്പാടത്തിലും നമ്മൾക്ക് കയറി കാണുവാനുള്ള അവസരമില്ല. നമുക്ക് കാണുവാൻ അവസരം തരുന്ന 2 മുന്തിരിപ്പാടങ്ങളുണ്ട്. ഒന്നാണ് ജെനീസ് ഗ്രേപ്സ്, അത് ലെഫ്റ്റ് സൈഡിലാണ്. വലതുവശത്തായിട്ട് MSR ഗ്രേപ്സ്. ഈ 2 പാടങ്ങളിൽ നമുക്ക് ഫ്രീ ആയി പോയി കണ്ട് ഫോട്ടോസും മറ്റും എടുക്കുവാൻ അവർ അലൗ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ MSRൻ്റെ സെയിൽസ് കൗണ്ടറിന് മുന്നിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ പ്രവേശന ഫീസ് ഒന്നും തന്നെ ഇല്ല. ധാരാളം പല സ്റ്റേജിലുള്ള മുന്തിരികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ പച്ച നിറത്തിൽ, അതായത് ഇത് കറുത്ത മുന്തിരി തന്നെ, പക്ഷേ ഇപ്പോൾ പഴുക്കാത്തത് കൊണ്ട് പച്ച കളറിൽ നമുക്ക് കാണുവാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷനുമില്ല. എന്നാൽ നമ്മൾ മുന്തിരി പറിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ നിയമം. ഒരാൾ അവിടെ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയുണ്ട്. നമ്മൾ ഏതെങ്കിലും കാരണവശാൽ മുന്തിരി പറിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ നമുക്ക് 500 രൂപ ഫൈൻ അടിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ മുന്തിരി ചെറുതായി പഴുത്തു തുടങ്ങിയ ഒരു സെക്ഷനാണ്. പല സെക്ഷനിൽ പല ലൈനിലുള്ള മുന്തിരികൾ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ പഴുത്ത മുന്തിരികളാണ്. ഇവിടെ നമുക്ക് ധാരാളം ഫോട്ടോസൊക്കെ എടുക്കാം. നമുക്കൊരു പക്ഷേ പത്മരാജൻ്റെ പ്രശസ്തമായ സിനിമ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഞാനൊരു 5 വർഷം കർണാടകത്തിൽ താമസിച്ചിരുന്ന ആളാണെങ്കിൽ പോലും ഞാൻ ഒരിക്കൽ പോലും മുന്തിരിപ്പാടം കണ്ടിട്ടില്ല. ആദ്യമായാണ് ഇങ്ങനെ പഴുത്ത മുന്തിരിക്കുലകളും അവയ്ക്കിടയിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാവുന്ന ഒരു ഫെസിലിറ്റിയും കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ചെലവഴിക്കാം. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്തിരി വാങ്ങുവാനുള്ള ഫെസിലിറ്റിയുമുണ്ട്. 1 കിലോ മുന്തിരി 100 രൂപയ്ക്കാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത്, കറുത്ത മുന്തിരി. മിനിമം 3 കിലോയാണ് നമുക്ക് വാങ്ങേണ്ടത്. ഞാനൊരു 3 കിലോ മുന്തിരി ഇവിടെ നിന്നും വാങ്ങിയിരുന്നു. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് ഞാൻ മുന്തിരി വാങ്ങിക്കൊണ്ട് പോയത്. എന്നാൽ വീട്ടിൽ ചെന്ന് അത് രുചിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് അത് വളരെ രുചിയുള്ള മുന്തിരി തന്നെയാണ്. നല്ല മധുരം. സാധാരണ ഈ കളറിൽ വരുന്ന ചെറിയ മുന്തിരിക്ക്, സീഡുള്ള മുന്തിരിക്ക് ഒരു പുളിപ്പാണ് എപ്പോഴും ഉണ്ടാകുക. എന്നാൽ ഈ മുന്തിരി അങ്ങനെയല്ല. ഇതിന് നല്ല മധുരം ശരിക്കുമുണ്ട്. എന്നാൽ അത് വളരെ ലേറ്റായാണ് ഞാൻ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. കൊച്ചു കുട്ടികളുമായി പോകുന്നവർക്ക് ഇവർ 2, 3 മുന്തിരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. എന്നാൽ വലിയവർക്ക് അങ്ങനെ കൊടുക്കുന്നില്ല. ഒരുപക്ഷെ അവർ അത് അവരുടെ ഒരു ബിസിനസ് പ്ലാനായിട്ട് ഒരു കുറച്ച് മുന്തിരി കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ അവിടെ വെച്ച് രുചിച്ച് കൂടുതൽ മുന്തിരി വാങ്ങുമായിരുന്നു. ഇതുകൂടാതെ തന്നെ ഇവരുടെ തന്നെ ഒരു ജ്യൂസ് കൗണ്ടർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ ജ്യൂസ് കൗണ്ടറിൽ നിന്ന് നമുക്ക് മുന്തിരി ജ്യൂസ് നമ്മുടെ മുന്നിൽ തന്നെ ഫ്രഷായി അവർ അടിച്ചു നൽകുന്നതാണ്. ഒരു ഗ്ലാസ്സിന് 40 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്വയം മുന്തിരി പറിച്ചെടുക്കുവാനുള്ള ഒരു അവസരം അവർ തരുന്നില്ല. ഇതാണ് ഗ്രേപ്പ് ജ്യൂസ് കൗണ്ടർ. ഇതിപ്പോൾ ഒട്ടും ഇത് കാ പിടിക്കാതുള്ള മുന്തിരികളാണ്. അവർ തരുന്ന മുന്തിരി തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷാസ് പെറ്റ് കോർണർ എന്നൊരു പെറ്റ് കോർണർ ഉണ്ട്. അവിടെ നമുക്ക് പലതരത്തിലുള്ള തത്തകൾ, പിന്നെ ഉടുമ്പ്, മലമ്പാമ്പ് തുടങ്ങിയവയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു ചെറിയ ഏരിയയാണ്. 50 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ്. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വലിയ മക്കാവ് പോലെയുള്ള തത്തകളുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുവാനുള്ള ഒരു അവസരം ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലമായ മൂന്നാറിലേക്കാണ് പോകുന്നത്. അന്നത്തെ ദിവസം നമ്മൾ അവിടെ താമസിച്ച ശേഷം കുമളിയിൽ നിന്നും രാമക്കൽമേട് വഴി പൂപ്പാറ, ദേവികുളം, മൂന്നാറിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് ഏകദേശം 105 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂറാണ് നമ്മൾ ഗൂഗിളിൽ കാണിക്കുന്നത്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് നേരെ പോയത് ഞങ്ങളുടെ ലക്ഷ്യം രാമക്കൽമേടിലേക്കാണ്. ഞങ്ങൾ രാവിലെ തന്നെ രാമക്കൽമേടിലെത്തിയിരുന്നു. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രാമക്കൽമേടിൽ ഇപ്പോൾ എൻട്രൻസ് ഫീ ഉണ്ട്. 25 രൂപ കൊടുത്ത് വേണം അകത്ത് പോകാൻ. ഞങ്ങളല്ലാതെ നാലാമതൊരാൾ അവിടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞങ്ങൾക്ക് രാമക്കൽമേട് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ കാര്യമായി കാണുവാൻ ഒന്നും തന്നെ ഇല്ല. ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കൂ, ഈ പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. എനിക്ക് തോന്നുന്നു കുറവനും കുറത്തിയും എന്ന് പറയുന്ന
ഈ ഒരു പ്രതിമ. ഈ ഒരു പ്രതിമയുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോയും മറ്റും എടുക്കാം എന്നല്ലാതെ കാര്യമായി ഒന്നും തന്നെ ഞങ്ങൾ ഇവിടെ കണ്ടില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷേ തമിഴ്നാടാണോ എന്നറിയില്ല. അവിടെ വിദൂരത്തിൽ നമുക്ക് ഒരുപാട് മലകളും കാര്യങ്ങളും ഒക്കെ കാണാം. അങ്ങനെയുള്ള ഒരു വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. വേറെ ആരും അവിടെ ഇല്ലാതിരുന്നതിനാൽ നമുക്ക് വേറെ ഒന്നും തന്നെ കാര്യമായി കാണുവാനും ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുവാനും ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രതിമയുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്നും നേരെ മൂന്നാറിലേക്കാണ് പോയത്. മൂന്നാറിൽ ഞങ്ങൾ ചെന്നെത്തിയത് ഗ്യാപ്പ് റോഡിലാണ്. മൂന്നാറിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഗ്യാപ്പ് റോഡ്. അതുപോലെ ഗ്യാപ്പ് റോഡിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെയാണ്. ഒരു മലയുടെ താഴെ തടാകം, തടാകത്തിന് ചുറ്റും തേയിലത്തോട്ടങ്ങൾ. നിങ്ങൾ ഒരുപക്ഷെ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇന്ത്യയുടെ ഒരു ഭൂപടം പോലെ ഇത് തോന്നുന്നുണ്ട്. കൃത്യമായി ആ ഒരു രൂപം തന്നെ ഉണ്ട്. ഈവൻ ഗുജറാത്ത് വരെ ലെഫ്റ്റ് സൈഡിൽ കാണാം. അത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഗ്യാപ്പ് റോഡിലെ കാഴ്ചകൾ മിസ് ചെയ്യരുത്. ഗ്യാപ്പ് റോഡിൽ നിങ്ങൾ എന്തായാലും പോയിരിക്കണം. ഞങ്ങൾ വന്നത് ഗ്യാപ്പ് റോഡ് വഴി ആയതിനാൽ ഞങ്ങൾക്ക് പ്രത്യേകം അവിടേക്ക് പോകേണ്ടി വന്നില്ല. അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. ഇവിടുത്തെ ആ ഒരു തോട്ടങ്ങളുടെയൊക്കെ ഒരു ഭംഗി അതിമനോഹരമാണ്. ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ലുക്കാണ്. ഏതൊരു വിദേശ രാജ്യത്തൊക്കെ പോയ ഒരു ഫീലാണ് ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഇങ്ങനെ ആ തണുപ്പൊക്കെ കൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാൻ തോന്നും. ഞങ്ങൾ കുറേ സമയം ഈ ഒരു ഗ്യാപ്പ് റോഡിലെ കാഴ്ചകൾ കണ്ട ശേഷമാണ് പിന്നീട് മുന്നോട്ട് പോയത്. ഇപ്പോഴും നമ്മൾ ഗ്യാപ്പ് റോഡിൽ തന്നെയാണുള്ളത്. ഗ്യാപ്പ് റോഡിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വന്നു. ഇപ്പോൾ ഈ ഗ്യാപ്പ് റോഡ് അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. കണ്ണാടി പോലെയാണ് ഈ റോഡ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ KSRTCയുടെ ഇപ്പോഴത്തെ ഒരു സെൻസേഷനായ ഡബിൾ ഡെക്കർ ബസ് പാർക്ക് ചെയ്ത ആൾക്കാരെ ആ സീൻ കാണിക്കുന്നത് ഞങ്ങൾ കാണുകയുണ്ടായി. ഈ ഒരു ഏരിയ എന്തായാലും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കുവാൻ, അതായത് തേയിലത്തോട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുവാനുള്ള ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി മാട്ടുപ്പെട്ടി ഡാമിലൂടെയാണ് പോകുന്നത്. ഈ ഡാമിൽ നമ്മൾക്ക് ഇറങ്ങി നിന്ന് കാണണമെങ്കിൽ ഡാമിന്റെ എൻട്രിയിലോ എക്സിറ്റിലോ എവിടെയെങ്കിലും വണ്ടി നിർത്തിയ ശേഷം നമ്മൾ നടന്നു വേണം കാണാൻ. കാരണം ഈ ഡാമിൽ വണ്ടി നിർത്താൻ അലോ ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിർത്താതെ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഈ ഡാമിലൂടെ നടന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അതേപോലെ ഡാമിന്റെ മറ്റേ ഷട്ടറൊക്കെ തുറക്കുന്ന ആ ഗിയറും കാര്യങ്ങളും ഒക്കെ കാണുവാനും നിങ്ങൾക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. എന്നാൽ ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയില്ല. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. ഏതായാലും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു സ്ഥലമാണ് മാട്ടുപ്പെട്ടി ഡാം. ഡാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ സൺമൂൺ വാലി ബോട്ടിംഗ് സെന്റർ കണ്ടു. ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. ഇവിടെ നിങ്ങൾക്ക് ബോട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള ചെറിയ പാർക്ക് പോലെയുള്ള സെറ്റപ്പും ഉണ്ട്. ഇവിടെയും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് അകത്ത് പോയാൽ ഇതേപോലെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഏത് താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സൺമൂൺ വാലിയുടെ പുറത്ത് ധാരാളം ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ നിങ്ങൾക്ക് റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിക്കുവാനും കുടിക്കുവാനും ഒക്കെയുള്ള ഫെസിലിറ്റിയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സൺമൂൺ വാലിക്കുള്ളിലാണ് ഉള്ളത്. ഇവിടെ ഇതേപോലെ ബോട്ടിൽ കയറി നമുക്ക് ഈ തടാകത്തിലൂടെ ട്രിപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പിന്നീട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിലേക്കാണ്. മൂന്നാർ ടീ ഹിൽ റിസോർട്ട്സ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു റിസോർട്ടാണ്. ഇത് മൂന്നാർ സിറ്റിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ താഴേക്ക് വരുമ്പോൾ ആനച്ചാൽ എന്ന് പറയുന്ന ചിത്തിരപുരം ഏരിയയിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഈ റിസോർട്ട് ഒരു കോസ്റ്റ്ലി റിസോർട്ടാണ്. കാരണം നോൺ AC വാല്യൂ ഫേസിംഗ് റൂംസിന് അവർ 5500 രൂപയാണ് 3 പേർക്ക് ചാർജ് ചെയ്തത്. ഞങ്ങൾക്കൊരു നല്ല റിസോർട്ടിൽ താമസിക്കണമെന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് താമസിക്കുകയുണ്ടായി. ഇവിടെ മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കാണ് ഈ റിസോർട്ട് ഉള്ളത്. ഈ റിസോർട്ടിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത, 2 നിലയിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ നിങ്ങൾക്കൊരു ഡൈനിങ് ടേബിൾ, സോഫ, പാൻട്രി, ടോയ്ലറ്റ് എന്നീ ഫെസിലിറ്റികളാണ് താഴത്തെ നിലയിൽ ഉണ്ടാകുക. ഇതൊക്കെ വളരെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ അട്രാക്റ്റീവായി തോന്നും. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള ഏരിയയിലാണ് ഇവർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പാൻട്രിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് എടുക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് പോകുന്ന വഴിയിലാണ് വഴിയാണിത്. ഈ വഴി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മെസറൈൻ ആയിട്ടാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ബെഡ്റൂം. ഇനി നമുക്ക് മുകളിൽ പോയി നോക്കാം. മുകളിൽ ഈ പറയുന്ന പോലെ അവിടെയാണ് TV യും ഡ്രസ്സിംഗ് ടേബിളും മറ്റ് ബാൽക്കണിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത്.
ഇതൊരു യുണീക്ക് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഈ കോട്ടേജുകളുടെ ഒരു ലുക്ക്. ഈ കോട്ടേജിൽ നിന്നും നമ്മൾ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇത്. ഈ ഈ കോട്ടയിലേക്ക് വരുന്ന റോഡാണിത്. അതുകൂടാതെ ഇവർക്കൊരു വ്യൂവിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്നാൽ നമുക്ക് മൂന്നാറിൻ്റെ മലകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാം. ഇവിടെ നല്ലപോലെ അവർ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡനിലെ ഒരു പ്രത്യേകത, ഈ കാണുന്ന ബൊഗെയിൻവില്ലകളുടെ പൂക്കളൊക്കെ ഒരു തുമ്പിക്കൈ വണ്ണത്തിലാണ് നിൽക്കുന്നത്. അത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഇത്രയും വലിയ ഒരു പൂങ്കാവനം ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അതായത് ഈ ബൊഗെയിൻവില്ലകൾ ഇത്ര കൊഴുത്തു നിൽക്കുന്നത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കിട്ടിയത്. പിന്നീട് ഞങ്ങൾ പോയത് ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണുവാനാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറി രാവിലെ കണ്ടു. അവിടുത്തെ കാഴ്ചകളാണ്. കൊക്കോയിൽ നിന്നൊക്കെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൊക്കോയുടെ കുരുവും മറ്റും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവയൊക്കെ കണ്ട ശേഷം ഇവിടെ ഹാൻഡ് മെയ്ഡായിട്ട് പാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവയ്ക്ക് ഇവിടെ നിന്നും ചോക്ലേറ്റുകൾ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. പിന്നീട് ഞങ്ങൾ ടീ ഗാർഡൻ കാണുവാൻ പോയി. ഈ ടീ ഗാർഡൻ ഒക്കെ നമുക്ക് ക്ലോസപ്പ് ഉള്ളിൽ പോയി നമുക്ക് ഫോട്ടോയും മറ്റും എടുക്കുവാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ടീ ഗാർഡൻ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ അതിമനോഹരമായി തോന്നുമെങ്കിലും അടുത്ത് വരുമ്പോൾ അത്ര ഒരു ഉള്ളതായി തോന്നാറില്ല. പിന്നീട് ഒരു ടീ മ്യൂസിയം അല്ലെങ്കിൽ ടീ ഫാക്ടറി വിസിറ്റിനാണ് ഞങ്ങൾ പോയത്. അവിടെ പലതരത്തിലുള്ള പഴയ ഉപകരണങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇപ്പോൾ ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡെമോ തരുന്നുണ്ട്. അതായത് ഒരു ക്ലാസ് പോലെ തരുന്നുണ്ട്. ശരിക്കുള്ള ടീ ലീഫ് തന്നെ എടുത്തിട്ട് അത് അവിടെ അവരുടെ മെഷീനിലിട്ടിട്ട് അത് പൊടിച്ച് എങ്ങനെയാണ് ടീ ആയി അത് പുറത്തു വരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പല പ്രോസസ്സുകൾ, അതായത് CTC എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ അവർ വളരെ വിശദമായി തന്നെ കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് തേയിലപ്പൊടിയാണ് ഈ പോകുന്നത്. അതിനുശേഷം പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സുകളെല്ലാം തന്നെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അത് കാണുമ്പോഴാണ് നമുക്ക് ചായപ്പൊടി എങ്ങനെയാണ് നമ്മുടെ മേശയിലെത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പാക്കറ്റിൽ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു പിക്ചർ നമുക്ക് കിട്ടും. പല ഗ്രേഡിൽ അത് തിരിച്ചെടുക്കുന്നുണ്ട്. അതിനുള്ള സീവിങ് മെഷീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ മെഷീനിൽ നിന്ന് വന്ന ശേഷം ഇവിടെ തന്നെ ഒരു ടീയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. പാക്ക് ചെയ്ത തേയിലപ്പൊടി ഇവിടുന്ന് ലഭിക്കുന്നതാണ്. പിന്നീട് നമ്മൾ പോയത് എക്കോ പോയിന്റിലേക്കാണ്. എക്കോ പോയിന്റിന്റെ പ്രത്യേകത, നമ്മൾ അവിടെ നിന്ന് കൂവി വിളിച്ചാൽ അതേ ശബ്ദം നമുക്ക് തിരിച്ച് കേൾക്കുന്നതായിരിക്കും. അതൊരു തടാകം തന്നെയാണ്. അവിടെയും ബോട്ടിങ്ങുമുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരുന്ന ആൾക്കാരുണ്ട്. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി കിട്ടുന്നതായിരിക്കും. മിനിമം 10 ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അതേപോലെ മൂന്നാറിൽ തന്നെ നിങ്ങൾക്ക് ആന സവാരിക്കുള്ള ഫെസിലിറ്റി ഉണ്ട്. ആ പോയിന്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പൈസ പേ ചെയ്ത് നിങ്ങൾ ആനപ്പുറത്ത് കയറി നിങ്ങൾക്ക് ചെറിയൊരു ട്രിപ്പ്, ഒരു റൗണ്ട് അടിച്ചിട്ട് അവർ തിരിച്ച് കൊണ്ടുവരും. ധാരാളം നോർത്ത് ഇന്ത്യൻസ് ഇവിടെ ആനപ്പുറത്ത് കയറുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ടീ ഗാർഡനിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടുത്തെ ടീ പക്കേഴ്സിനെ പോലെ തന്നെ ഡ്രസ്സ് ചെയ്യിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്ന അവർ ഏതാണ്ട് 30 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത് ഒരു ഫോട്ടോയ്ക്ക്. ഇവിടെയും ധാരാളം ഓഫ് റോഡ് ട്രിപ്പുകൾക്കുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീപ്പ് ഡ്രൈവർമാർ നമ്മളുടെ പിന്നാലെ കൂടും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനായി പോകാവുന്നതാണ്. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തേണ്ടതായി ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ഞങ്ങൾ നേരത്തെ വന്ന പോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിലാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നിന്നും ഞങ്ങൾ പുറപ്പെട്ട് മൂന്നാറിൽ നിന്നും കട്ടപ്പന ഏലപ്പാറ വഴി മുണ്ടക്കയത്തെത്തി റാന്നി പത്തനാപുരം വഴി MC റോഡിൽ കയറി കിളിമാനൂർ വഴി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഏകദേശം 245 കിലോമീറ്ററാണ് ഇതിൽ കാണിക്കുന്നത്. അത് 7 മണിക്കൂറാണ് ഗൂഗിൾ കാണിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഏകദേശം 8 മണിക്കൂർ എടുത്തു. ഞങ്ങൾ വൈകിട്ട് ഒരു 6 മണിയോട് കൂടി തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തേണ്ടതായ ഒരു ആവശ്യമുണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ 2 വർഷം മുമ്പ് മൂന്നാറിൽ ഒരു 2-3 ദിവസം സ്പെൻഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാഴ്ചകളും റിപ്പീറ്റായി ഈ മൂന്നാറിൽ തോന്നി. എന്നാൽ വരുന്ന വഴിയിൽ തന്നെ പലതരത്തിലുള്ള ഡാമുകളും മറ്റും നമുക്ക് കാണുവാൻ പറ്റും. ഈ ഡാമുകൾ കൃത്യമായി ഏത് ഡാം എന്നുള്ളത് എനിക്ക് പറയാൻ, ഇത് കല്ലാർകുട്ടി ഡാമാണ്. രണ്ടാമത് കണ്ട ഡാമാണിത്. അപ്പോൾ ഇതും ഇതുപോലെയുള്ള ചില കാഴ്ചകളുണ്ട്. പിന്നീട് ചില പ്രത്യേകതരം മരങ്ങൾ വഴിയിലൊക്കെ ഇതുപോലെ വയലറ്റ് കളറിലുള്ളൊരു മരം കൂടിയുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുക്കാൻ മിസ്സായി. വരുന്ന വഴിയിൽ എന്തോ ഒരു പവർ ജനറേഷൻ ഏരിയ ആണെന്ന് തോന്നുന്നു. വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകളൊക്കെ വരുന്നത് കാണാം. തിരിച്ച് വീണ്ടും ഞങ്ങളിപ്പോൾ ആ ഒരു എരുമേലി കഴിഞ്ഞിട്ട് ഏകദേശം
കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്ത് വാളകം എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന ആ റോഡിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഈ റോഡ് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. നമുക്ക് യാതൊരുവിധ ഷേക്കും ഒന്നും ഉണ്ടാവില്ല. ഈ പുതുതായി ഉണ്ടാക്കിയ റോഡാണെന്ന് തോന്നുന്നു. അതേപോലെ ഇവിടുത്തെ ഒരു ട്രാഫിക് ഡെൻസിറ്റിയും വളരെ കുറവായി ഞങ്ങൾക്ക് തോന്നി. ഇവിടെ നമുക്ക് കുറച്ച് വളവും തിരിവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തുവാൻ പറ്റി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. Like, comment, and subscribe.